Meet the editors. ചോദ്യം ഇതാണ്: പകരക്കാരനില്ലാത്ത പിണറായി. നമുക്കിപ്പം പിയാ സുനിൽ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം പിയാ സുനിലേക്ക് പോകാം. പിയാ സുനിലാണ് ഇന്ന് പോളിറ്റ് ബ്യൂറോ തീരുമാനങ്ങൾ അസച്ചായിട്ടല്ലെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പിൽ നയിക്കും എന്ന് എം.എ. ബേബി പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തത്. പോളിറ്റ് ബ്യൂറോ വാർത്ത പിയാ സുനിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പിയാ സുനിൽ നിന്ന് തന്നെ തുടങ്ങാം. പിയാ സുനിൽ, ഇക്കുറിയും പിണറായി വിജയൻ തന്നെ നയിക്കും എന്നുള്ളതാണ്. പകരക്കാരനില്ലാത്ത പിണറായിയോ? തൽക്കാലം പകരക്കാരനില്ലാത്ത പിണറായി എന്ന് തന്നെ പറയേണ്ടി വരും. കേരളം ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം വിജയിച്ചേ മതിയാകൂ. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാലോ, ഇന്ന് ഇന്ത്യയിൽ ആകെ അധികാരത്തിലുള്ളത്, ഇടതുപക്ഷം അധികാരത്തിലുള്ളത് കേരളത്തിൽ മാത്രമാണ്. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അധികാരം നഷ്ടപ്പെട്ട ശേഷം അവിടേക്ക് തിരിച്ചു വരാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ കേരളത്തിൽ അധികാരം നിലനിർത്താൻ പിണറായിയെ പോലെ ഒരാൾ മുന്നിൽ നിന്ന് പാർട്ടിയെ നയിക്കണം, മുന്നണിയെ നയിക്കണം എന്നതാണ് CPIM പോളിറ്റ് ബ്യൂറോ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്. നമ്മൾ ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ, കാരണം പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി മാത്രമല്ല, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ മുഖം കൂടിയാണ്. അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നമുക്കറിയാലോ, കോൺഗ്രസിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ കോട്ട കൊത്തളങ്ങളൊക്കെ തകർത്താണ് BJP ഉത്തരേന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നു. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് ആകെ കോൺഗ്രസ് അധികാരത്തിലുള്ള ഹിമാചൽ പ്രദേശിൽ പോലും BJP അധികാരത്തിലുണ്ടായിരുന്ന സംസ്ഥാനമാണ്. അവിടെ ഇനി വേണമെങ്കിലും BJPക്ക് വരാവുന്ന സാഹചര്യമുണ്ട്. ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ അവിടെ കർണാടകത്തിൽ BJP അധികാരത്തിലുണ്ടായിരുന്നു. അത് കോൺഗ്രസിന് ഇപ്പോൾ അധികാരം കിട്ടിയെന്നുള്ളൂ. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിലുള്ള ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിൽ ഇപ്പോൾ തുടരുകയോ അല്ലെങ്കിൽ ഇനി തിരിച്ചു വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കേരളവും അതുപോലെ തന്നെ തമിഴ്നാടുമൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോഴും BJPയെ ശക്തമായി പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPIM-ഉം ഇടതുപക്ഷവും ഒക്കെ തന്നെ. തമിഴ്നാട്ടിൽ നമുക്കറിയാം, സ്റ്റാലിനും DMK നേതാവ് സ്റ്റാലിനും സമാനമായിട്ടാണ് പശ്ചിമ ബംഗാളിലും മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ BJPക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാലോ, VS അച്യുതാനന്ദന്റെ കാലത്ത് കേരളത്തിൽ മാധ്യമങ്ങളൊക്കെ വെറുക്കപ്പെട്ടവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവാണ് പിണറായി വിജയൻ. ഒരു മാധ്യമത്തിന്റെയും പിൻബലമില്ലാതെ 2 തവണ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ഒരു നേതാവ് കൂടിയാണ് പിണറായി വിജയൻ. പിണറായി വിജയന് വളരെ കൃത്യമായിട്ടറിയാം, പ്രത്യയശാസ്ത്രം കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകില്ല എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ. അതിന് ജനകീയ പദ്ധതികൾ വേണം. അപ്പോൾ ആ ജനകീയ പദ്ധതികൾ നടപ്പാക്കുക എന്നത് പിണറായി വിജയന്റെ ഒരു ലക്ഷ്യമായിരുന്നു. ആ ജനകീയ പദ്ധതികൾ നടപ്പാക്കാനാണ് പിന്നീട് പിണറായി വിജയൻ കേരളത്തിൽ മുന്നോട്ട് പോയത്. അത് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെ സാഹചര്യം ഒക്കെ പരിശോധിച്ചാൽ അറിയാം. 2021 തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു പരീക്ഷണമായിരുന്നു. അന്ന് പ്രധാനപ്പെട്ട പല നേതാക്കളെയും മാറ്റി നിർത്തി 2 ടേം വ്യവസ്ഥ കൊണ്ടുവന്നു, പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് അന്ന് തെരഞ്ഞെടുപ്പിൽ ഒരു പരീക്ഷണം നടത്തി. ഒരുപക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഒരു അധികാര തുടർച്ച CPM-ന് ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന് ഒരുപക്ഷെ CPM ഉറച്ചു പ്രതീക്ഷിച്ചിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അന്ന് അധികാര തുടർച്ച കിട്ടി. അതിന് കോവിഡ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ കാരണമായിരുന്നു. കാരണം ഈ പ്രളയം വന്നിരുന്നു. പ്രളയത്തെ കൃത്യമായി അതിജീവിക്കാൻ അന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശക്തമായി മുന്നോട്ട് പോയി. അതിനുശേഷം ഓക്കി വന്നു, അതിനുശേഷം കോവിഡ് വന്നു, നിപ്പ പോലുള്ള പകർച്ചവ്യാധികൾ വന്നു. അതിനെ ശക്തമായി നേരിട്ടു. പിന്നെ അത്തരം ഒരു സാഹചര്യങ്ങൾ 2021 അധികാരത്തിൽ തിരിച്ചു വരാൻ പിണറായി വിജയനെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു സംശയവുമില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങളല്ല അതേസമയം നമ്മൾ 2026 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കണം. ഒപ്പം തന്നെ കഴിഞ്ഞ 10 വർഷത്തെ വികസനം മുൻനിർത്തി മുന്നോട്ട് പോകണം. ഇടതുപക്ഷം ദേശീയ രാഷ്ട്രീയത്തിൽ നേരിടുന്ന ഒരു പ്രത്യേക വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ മറികടന്ന് മുന്നോട്ട് പോകാനുമാകണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ പിണറായി വിജയനെ പോലൊരു നേതാവ് തന്നെ മുന്നിൽ നിൽക്കണം. അതാണ് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ തീരുമാനം എന്ന് പറയുന്നത്. ഈ വികസന കാര്യങ്ങളുടെ കാര്യത്തിൽ പറയുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ദില്ലിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്ര
നരേന്ദ്രമോദിയെ കാണുമ്പോൾ അന്ന് മോദി പിണറായി വിജയനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കേരളത്തിന് എന്തിനാണ് വികസന പദ്ധതികൾ, കേരളത്തിന് എങ്ങനെയാണ് വികസന പദ്ധതികൾ നൽകുക, കേരളത്തിന് വികസന പദ്ധതികൾ നൽകിയാൽ അത് നടപ്പാക്കാൻ കഴിയുമോ, അവിടെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമോ എന്നാണ് അന്ന് പിണറായി വിജയനോട് നരേന്ദ്രമോദി ചോദിച്ചത്. കാരണം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ കാര്യമായിരുന്നു. അന്ന് പിണറായി വിജയൻ മോദിക്ക് നൽകിയ ഉറപ്പ് എന്നത് ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഈ പദ്ധതി കേരളം പൂർത്തിയാക്കിയിരിക്കും എന്നതാണ്. ഡൽഹിയിൽ നിന്ന് അന്ന് വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷം പിന്നീട് ആ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വലിയ സംഘർഷമായിരുന്ന ആ ഒരു ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പിന്നീട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കിയത് വലിയ വിജയമായിരുന്നു. അതിനെ പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും വികസന കാര്യത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ നേതൃത്വത്തിലാണല്ലോ ഇത്രയും വിശാലമായൊരു ദേശീയപാത കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളുണ്ട്. വികസന കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യയശാസ്ത്രത്തിനപ്പുറത്ത് വികസന കാര്യത്തിൽ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുക, അതാണ് ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തിൽ പിണറായി വിജയനെ കേരളത്തിൽ അടയാളപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അങ്ങനെയൊരു നേതാവ് കേരളത്തിൽ ഇടതുപക്ഷത്തെ നയിക്കണം എന്ന് CPIM തീരുമാനിക്കുകയാണ്. മറ്റൊരു കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ EMSന്റെ കാലത്ത് AKG ഉണ്ടായിരുന്നു, അതുപോലെ നായനാരിന്റെ കാലത്ത് VS ഉണ്ടായിരുന്നു, VSന്റെ കാലത്ത് പിണറായി ഉണ്ടായിരുന്നു, പിണറായിയുടെ കാലത്ത് പിന്നെ ആര്, അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന നേതാവ് ആര് എന്നൊരു വലിയ ചോദ്യമാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം അന്തരിച്ചു. ആ ഒരു വിടവ് നികത്താൻ ഇതുവരെ CPIMന് സാധിച്ചിട്ടില്ല. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MV ഗോവിന്ദനുണ്ട്, A വിജയരാഘവനുണ്ട്, ME ബേബിയുണ്ട്. ME ബേബി ജനറൽ സെക്രട്ടറിയായി മാറി. അപ്പോൾ ആ ഒരു വിടവ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിണറായിക്ക് അപ്പുറത്തേക്കൊരു നേതാവിലേക്ക് പോകാൻ CPIMന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായിലേക്ക് എത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണനേട്ടം ഉയർത്തിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് CPIMും ഇടതുപക്ഷവും ലക്ഷ്യം വെക്കുന്നത്. നമ്മൾക്കറിയാലോ, പശ്ചിമ ബംഗാളിൽ ഈ നേതൃമാറ്റം എന്നതൊക്കെ തന്നെ പാർട്ടിയിൽ പല കാലങ്ങളിലും ചർച്ചാ വിഷയമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ജ്യോതി ബസു 2000-ൽ ജ്യോതി ബസു രാജിവെച്ച് മാറി നിൽക്കുകയും പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ ഒരു വർഷം മുൻപ് ബുദ്ധദേവ് ഭട്ടാചാര്യനെ മുഖ്യമന്ത്രിയാക്കുകയും അങ്ങനെ ഒരു നേതൃമാറ്റത്തിലേക്ക് ജ്യോതി ബസു തന്നെ മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ത്രിപുരയിലും സമാനമായ സാഹചര്യത്തിലാണ് അങ്ങനെ നേതൃമാറ്റം ഉണ്ടായിട്ടാണ് മണിക് സർക്കാർ വരുന്നത്. പക്ഷേ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം തൽക്കാലം കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പകരക്കാരനില്ലാത്തൊരു നേതാവായി തൽക്കാലം തുടരുന്നത്. പക്ഷേ നേതാക്കൾ ഇല്ലാത്തൊരു സാഹചര്യം CPIMൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപാട് നേതാക്കളുള്ള പാർട്ടി തന്നെയാണ് CPIM. അവസരങ്ങളാണല്ലോ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. യുവ നേതാക്കളായി ഒരുപാട് നേതാക്കൾ ഇപ്പോഴും ഉണ്ട്, അതല്ലാത്ത നേതാക്കളുണ്ട്. തോമസ് ഐസക് ഉണ്ട്, KK ശൈലജയെ പോലുള്ള നേതാക്കളുണ്ട്, അതുപോലെ ഒരുപാട് നേതാക്കൾ പാർട്ടിയിലുണ്ട്. അപ്പോൾ നേതാക്കൾ ഇല്ലാത്ത പ്രശ്നമല്ല, പക്ഷേ ജനകീയനായ ഒരു നേതാവ്, ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവ്, വികസനം ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ വികസനം അംഗീകരിക്കുന്നുണ്ടോ എന്ന സാഹചര്യം, ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമായി CPIM കണക്കാക്കുന്നു. ആ നിലയ്ക്കാണ് പിണറായി വിജയനെ തന്നെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ CPIM തീരുമാനിക്കുന്നത്, ആ തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ടതാണ്, വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, നിലപാടുകളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇടതുപക്ഷം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത പാർട്ടിയായി CPIM മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇടതുപക്ഷ പാർട്ടികൾ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒലിച്ചു പോയതുപോലെയുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അത് നമുക്കറിയാം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ 3% വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് UDFും LDFും തമ്മിലുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇതുവരെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമായിരിക്കണമെന്നില്ല ഒരുപക്ഷെ ഇനി നാളെ ഉണ്ടാകാൻ പോകുന്നത്. അത് CPIMനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും വിജയിക്കുക, അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് CPIMനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ മാറ്റി നിർത്താതെ പിണറായി വിജയനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ CPIMും ഇടതുപക്ഷവും നേരിടുന്നത്. മാത്രമല്ല 2021 കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളെല്ലാം മാറ്റം വരുത്തി അതിൽ വേണമെങ്കിൽ ഇളവ് വരുത്തിക്കൊണ്ട് പ്രായപരിധിയിൽ ഇളവ് നൽകാം, അതുപോലെ തന്നെ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് CPIM പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇന്ന് ജനറൽ സെക്രട്ടറി ME ബേബി പറഞ്ഞത്
ഭൂമി ഉരുണ്ടതാണ്, എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എന്നതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം തീരുമാനം നിൽക്കുന്നതല്ല, ആ തീരുമാനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാണ്. 2021 തീരുമാനം ഇത്തവണ മാറാം എന്ന് ജനറൽ സെക്രട്ടറി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ വിജയസാധ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങൾക്ക് മുമ്പിൽ വിശ്വസ്തരായ നേതാക്കൾ നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് പിണറായി വിജയനെ മുന്നിൽ നിർത്തുന്നത്. അതുപോലെ തന്നെ 2021 നിന്ന് വളരെ മാറ്റങ്ങളോടെ ഉള്ള വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് CPIM ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ്, ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. താങ്ക് യു. പകരക്കാരനില്ലാത്ത പിണറായി എന്നാണ് ചോദ്യം. സ്മൃതി, പകരക്കാരനില്ലാത്ത പിണറായി വിജയന് പകരക്കാരനില്ല എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. പിന്നെ പിണറായിക്ക് പകരം മറ്റു പേര് വരുമോ എന്ന ചർച്ച നടക്കാൻ കാരണം അദ്ദേഹത്തിന് പ്രായവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അപ്പോൾ അടുത്ത ഒരു തവണ കൂടി നയിക്കാൻ പിണറായി വിജയനെ തന്നെ തിരഞ്ഞെടുക്കുമോ എന്ന ആലോചന. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് PBയിൽ നിന്നും ഈ തീരുമാനം വരുന്നത് അദ്ദേഹം PBയുടെ അംഗമായതുകൊണ്ടും CPMന്റെ ഒരു രീതി, പാർട്ടിയുടെ രീതി അനുസരിച്ച് PB അംഗമായതുകൊണ്ട് PB ഘടകത്തിലാണ് ആ തീരുമാനം വരിക. അതുകൊണ്ടാണ് പിണറായി വിജയന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഇനി പിണറായി വിജയൻ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിലെ തീരുമാനം പിന്നീട് അറിയിക്കുമെന്നും പറയുന്നു. മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം പിണറായി വിജയൻ ഇല്ലാത്ത തിരഞ്ഞെടുപ്പ് അത് CPMന് ആലോചിക്കാൻ പറ്റില്ല, ഒരുപക്ഷെ പ്രതിപക്ഷത്തിനും അത് ആലോചിക്കാൻ പറ്റില്ല. അല്ലേ, പിണറായി വിജയനല്ലാതെ ആര് എന്നൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ നേരത്തെ സുനിൽ പറഞ്ഞ പോലെ മുൻകാലങ്ങളിലാണെങ്കിൽ ഒരുപാട് നേതാക്കളുടെ ഒരു നിരയുണ്ടായിരുന്നു. ഇപ്പോൾ കോടിയേരി ആയാലും BS ആയാലും ഒരു കാലത്ത് പിണറായി VS എന്ന രണ്ട് ദ്വന്ദ്ങ്ങളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. സുനിൽ പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങളുടെ പിന്തുണ പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അതേസമയം മാധ്യമങ്ങളുടെ നിർലോഭമായ പിന്തുണ VS ഉണ്ടാവുകയും ചെയ്തു. ആ ഘട്ടത്തിൽ അത് രണ്ട് രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്ന, അതേസമയം രണ്ട് നേതാക്കളും ശക്തരുമായിരുന്നു. പക്ഷേ ഇന്ന് പിണറായി വിജയന് തുല്യം നിൽക്കാൻ CPMൽ മറ്റൊരു നേതാവില്ല. അങ്ങനെ വരുമ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ മറ്റൊരു നേതാവില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അപ്പോൾ പിണറായി വിജയൻ മാറ്റിക്കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ പിണറായി വിജയൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കും. സംഘടനാപരമായി കാർക്കശ്യമുള്ള രീതിയും അതേസമയം തന്നെ അണികളിലെ സ്വാധീനമുള്ള മറ്റു നേതാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത നിരയിൽ സെക്കൻഡ് ലെയറിൽ നേതാക്കളില്ലേ എന്ന് വെച്ചാൽ നേതാക്കളുണ്ട്, ഒരുപാട് നേതാക്കളുണ്ട്. ഇപ്പോൾ ബാലഗോപാലിനെ പോലുള്ള നേതാക്കൾ മധ്യകേരളവും അല്ല, എന്താണ്, തെക്കോട്ട് കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ടുള്ള സ്വാധീനം അദ്ദേഹത്തിനുണ്ടാകാം. ഇപ്പോൾ P രാജീവും പ്രധാനപ്പെട്ട നേതാവാണ്. P രാജീവിനെ സംബന്ധിച്ച് എറണാകുളത്ത് അദ്ദേഹം വളരെ സ്വാധീനമുള്ള നേതാവാണ്. പക്ഷേ ഒരു പാൻ കേരള എന്നൊരു മുഖം, മറ്റു മുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മുഖം നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. അതല്ലാതെ എല്ലാ നേതാക്കളും അവരുടെ രംഗത്ത് നല്ല ശക്തരായ നേതാക്കളാണ്, സ്വാധീനമുള്ള നേതാക്കളാണ്. പക്ഷേ ഈ പാൻ കേരള എന്ന രൂപത്തിൽ ഈ നേതാക്കളായിട്ടുണ്ടോ എന്ന് ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പിണറായി വിജയൻ അങ്ങനെ ശക്തനായി അവിടെ നിൽക്കുമ്പോൾ പിണറായി വിജയനില്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ആ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് മുന്നണികളെ സംബന്ധിച്ചും രണ്ട് പാർട്ടികളെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചാലും കോൺഗ്രസിനെ സംബന്ധിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ പിണറായി വിജയനല്ലാതെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റും, അത് CPMന് ആലോചിക്കാൻ പറ്റുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ പിണറായി വിജയന് കാര്യങ്ങൾ നടപ്പാക്കാൻ, പാർട്ടിക്കകത്ത് കാര്യങ്ങൾ തീരുമാനിക്കാനും നടപ്പാക്കാനുമുള്ള ശേഷി, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ശക്തൻ പിണറായി വിജയനാണ്. അത് പിണറായി വിജയൻ എന്ന വ്യക്തിയാണ്. സാധാരണഗതിയിൽ ഈ പാർട്ടിയുടെ ഘടന അനുസരിച്ചാണെങ്കിൽ പാർട്ടി സെക്രട്ടറിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. പാർട്ടി സെക്രട്ടറി പറയുന്നതനുസരിച്ച് സർക്കാർ അല്ലെങ്കിൽ സർക്കാരിനോടുള്ള നിർദ്ദേശങ്ങൾ, പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ പാർട്ടി സെക്രട്ടറി നൽകും. അത് നമ്മൾ പിണറായി വിജയൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കാണുന്നുണ്ട്. പക്ഷേ അതേ നിലയ്ക്ക് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും തുടരുകയാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിനപ്പുറം പോകാൻ മറ്റു നേതാക്കൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ മിടുക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആളുകളിലുള്ള സ്വാധീനം കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ കാർക്കശ്യ നിലപാട് കൊണ്ടാണ്. ആ നിലപാടിനെ മറികടക്കാൻ ബാക്കിയുള്ളവർക്ക് സാധിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പിണറായി വിജയനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പായാലും ഈ പാർട്ടി എന്ന തരത്തിലും നമുക്ക് ആലോചിക്കാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ ഒരു രണ്ടാം നിര നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് പാർട്ടി എന്നുള്ളതാണ്. അങ്ങനെ ഒരു നേതാവായി ഏത് പേര് ഉയർന്നു വരും എന്നുള്ളതും CPMനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു കൗതുകമാണ്. അത് വരും നാളുകളിൽ ഏറ്റവും പ്രധാനവുമാണ്. അത് പിണറായി വിജയൻ തന്നെ നിർദ്ദേശിക്കുന്ന ഒരു നേതാവ് അങ്ങനെ ഉയർന്നു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ഒരു തർക്കത്തോടു കൂടി ഒരാൾക്ക് ഉയർന്നു വരാൻ സാധിക്കില്ല. പിണറായി വിജയന്റെ ആശീർവാദത്തോടു കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതാരാകും എന്നുള്ളൊരു രാഷ്ട്രീയ കൗതുകം കൂടി ബാക്കി നിൽക്കും. മധു, പിണറായിക്ക് പകരക്കാരനില്ലേ, അഥവാ പകരക്കാരനില്ലാത്ത പിണറായിയോ? വളരെ രാഷ്ട്രീയ കൗതുകത്തോടു കൂടി കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ ഉറ്റുനോക്കിയ ഒന്നാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇന്ന് എന്തു തീരുമാനം വരും എന്നുള്ളത്. ഒരുപക്ഷെ പിണറായി വിജയൻ മത്സരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മറ്റൊരാൾ എന്നൊരു തീരുമാനമായിരിക്കുമോ വരുന്നത് എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമുക്ക്
അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഘടികാര സൂചി ഒരൊറ്റ ഒരു 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 നിമിഷത്തേക്ക് ഒരു മിനിറ്റ് ഒരു നിമിഷത്തേക്ക് ഒന്ന് നിൽക്കുമായിരുന്നു എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അതൊരു നമ്മൾ ഈ മിസ്സിങ് ബീറ്റ് എന്ന് പറയില്ലേ, ആ നിലയ്ക്ക് ഇത് നോക്കൂ. നമ്മൾ എത്ര വർഷത്തെ എത്ര പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയമാണ്. അത്രത്തോളം 10-25 വയസ്സിൽ പാർലമെന്ററി രാഷ്ട്രീയം തുടങ്ങിയ ഒരാൾ, അതിനുശേഷം കേരളം കണ്ട ഇടത് പാർട്ടി സെക്രട്ടറിമാരിൽ ഏറ്റവും ശക്തനായ ഒരാൾ, ആ നിലയ്ക്ക് കണ്ട ഒരാളെ എങ്ങനെയാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, ഇനി മുതൽ ഇല്ല എന്നൊരു തിരിച്ചറിവ് ചരിത്രപരമായൊരു നിമിഷം ഉണ്ടാകുമോ എന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ എന്ന പേര്, ഒരൊറ്റ പേര്, PR സുനിൽ ഇന്ന് MA ബേബിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്ന ആ മൊമെന്റിൽ ഇടത് രാഷ്ട്രീയത്തിന്റെ തിരഞ്ഞെടുപ്പ് സൂചികൾ ഒരു കുതിപ്പിന് തയ്യാറാകുന്ന ഒരു ത്രസിപ്പ് നമുക്ക് നേരിട്ട് അനുഭവിക്കാനും സാധിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. നോക്കൂ, 5 വർഷം തുടർച്ചയായി ഭരിച്ചിട്ട്, കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പും തുടർഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 5 വർഷം തികച്ചു ഭരിച്ചിട്ട് വീണ്ടും ഒരു തുടർഭരണം നേടുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കൂ, അതിന് മുൻപുള്ള ഇപ്പോൾ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ആ പ്രചാരണത്തെ നയിക്കാൻ 2 പേരുണ്ടായിരുന്നു. VS ശക്തിയുക്തം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശേഷം പിണറായി വിജയനാണ് വരുന്നത് എങ്കിലും. പക്ഷേ 2021 തിരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് പിണറായി വിജയന് അർഹമായ തിരഞ്ഞെടുപ്പ് വിജയമാണ്. അതിൻ്റെ മുഴുവനും നേതൃത്വം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അത് അവകാശപ്പെട്ട ഒന്നാണ്. അജയ്യനാണ് വിജയൻ എന്ന് കേരള രാഷ്ട്രീയത്തിൽ എഴുതി ഒപ്പ് ചാർത്തിക്കൊണ്ടാണ് തുടർഭരണം പിണറായി വിജയൻ സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ 10-25 വയസ്സിൽ തുടങ്ങിയ പാർലമെന്ററി രാഷ്ട്രീയമാണ് KSYF-ലൂടെ ഒക്കെ കടന്നു വന്ന് 62 വർഷത്തോളമായിരിക്കുന്നു പാർട്ടി അംഗത്വത്തിന്. ഒരു പുരുഷായുസാണ്. എങ്ങനെയാണ് ഒരു ചരിത്രം എന്നുള്ളത്? ഇപ്പോൾ VS-ന്റെ ചരിത്രം നമ്മൾ സമാനമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് VS നേരിട്ടതിന് തുല്യമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അല്ല തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും പിണറായി വിജയൻ നേരിടേണ്ടി വന്നു. അദ്ദേഹം എങ്ങനെയാണ് ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്? MLA ആയിരിക്കുമ്പോഴാണ്, അല്ലേ? ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് പോലും ആ പ്രിവിലേജ് ഒന്നും നേടാൻ കഴിയാതെ മർദ്ദനമുറകൾക്കിരയായി പിണറായി വിജയനെ കേരളം കണ്ടിട്ടുണ്ട്. 30കളിലാണ് അദ്ദേഹത്തിന് 30കളിലാണ് അത് സംഭവിക്കുന്നത്. അതിനു മുമ്പ് തലശ്ശേരി കലാപകാലത്ത് അദ്ദേഹം മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊണ്ടത് എങ്ങനെയാണെന്ന് കേരള രാഷ്ട്രീയം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് രേഖകളിൽ തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന് അന്വേഷണ റിപ്പോർട്ടിൽ പിണറായി വിജയൻ അന്ന് സ്വീകരിച്ച നിലപാടുകളെ പറ്റി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കോടതി പിക്കറ്റിങ്ങിന്റെ പേരിലോ മറ്റോ പോലീസ് അടിച്ച് കടലിൽ ചാടിച്ചിട്ടുണ്ട് അത്ര. അങ്ങനെ ക്രൂരമായ മർദ്ദനമുറകളെ ഞാൻ അടുത്തു കേട്ട ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾ ഈ കേൾക്കുന്ന 30ാമത്തെ വയസ്സിൽ ഈ നിയമസഭയിലേക്ക് ചോര പുരണ്ട വസ്ത്രവുമായി എത്തിയ പിണറായി വിജയൻ അന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള തീക്ഷ്ണതയിലുള്ള മർദ്ദനമായിരുന്നില്ല എന്നുള്ളതാണ്. അനക്കമില്ലാതെ പോയിട്ടുണ്ട് അത്രേ. VS സമാനാനുഭവം പങ്കുവെക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു നിയമസഭാ സാമാജികൻ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു അവസ്ഥ. അതായത് അനക്കമില്ലാതെ പോയിട്ടുണ്ട് എന്ന് പോലീസിന്റെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ പോലും വന്നിട്ടുണ്ടായിരുന്നു അത്ര. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ്. പിന്നെ നമ്മൾ പിണറായി വിജയനെ കാണുകയാണ്, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആകുന്നു. അതുപോലും നോക്കൂ, VS ആണ് പറയുന്നത് എങ്കിൽ വിജയനാകട്ടെ എന്ന്. VS ആണ് പറയുന്നത്. പിന്നീട് 2 ഗതിക്ക് പോയെങ്കിലും VS ആണ് ആ പേര് പറയുന്നത്. അപ്പോൾ നല്ലൊരു വൈദ്യുതി മന്ത്രിയായിരിക്കും നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളൊരൊറ്റ അഭിപ്രായം മാത്രമാണ് എതിരായി അവിടെ വന്നത്. മന്ത്രി വേറെയും ആകാമല്ലോ എന്ന് VS നിലപാടെടുക്കുന്നിടത്ത് പാർട്ടി സെക്രട്ടറി ജനിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കാലം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്. അതെ. പിന്നീട് 2015 വരെ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി നിൽക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്നത് വീറ്റോ അധികാരമുള്ളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായി പാർട്ടി സംഘടനാ സംവിധാനത്തിൽ ഉയർന്നു വരുന്നത് നമ്മൾ പിന്നീട് കാണുകയാണ്. വിഭജന വിരുദ്ധമായ നിലപാട്, മതസൗഹാർദ്ദപരമായ നിലപാട് പിണറായി വിജയൻ എന്നും സ്വീകരിച്ചിട്ടുണ്ട്. സംഘടനാ സംവിധാനത്ത് ഈ റിപ്പോർട്ട് 4 മണിക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, പ്രളയത്തിൻ്റെ കാലത്ത് പിണറായി വിജയൻ നമ്മളോട് പറഞ്ഞു, കോവിഡ് കാലത്ത് നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് പിണറായി വിജയൻ ചോദിക്കുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ മറ്റ് വിഭജന ചിന്തകൾക്കപ്പുറത്തായി നമുക്ക് ഒരുമിച്ചിറങ്ങാൻ കഴിയുന്നുണ്ട്. പാർട്ടി സംവിധാനത്തോടും സംഘടനാ സംവിധാനത്തോടും നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന ആർജവത്തോടെ ചോദിക്കാനും അണികളെ ആ നിലയ്ക്ക് കൊണ്ടുവരാനും കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്കാണ് പിണറായി വിജയൻ എന്ന ഒറ്റ പേരിന് ഇത്രത്തോളം ആവേശം പാർട്ടി ഘടകങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നതിൽ സംശയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നേതാവിൻ്റെ നിലപാട്, ആ പേര് വരുന്ന സമയത്ത് പാർട്ടി സംവിധാനം ഒന്നിച്ച് അണിനിരക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ. നേരത്തെ സ്മൃതി മാഡം ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ അപ്പുറത്ത് പിണറായി വിജയൻ ഉള്ളപ്പോഴാണ് ആ ഫൈറ്റിന് പ്രതിപക്ഷത്തിനും എന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരു ആർജവം എന്ന് വിചാരിക്കുന്നു. ഈ ആകെ അദ്ദേഹത്തിന് ഒന്ന് പിന്നാക്കം പോകേണ്ടി വന്നത് VS-ന്റെ പോപ്പുലാരിറ്റിക്ക് മേലെയാണ്. അദ്ദേഹം 2 തവണ ഈ സീറ്റ് നിഷേധവുമൊക്കെയായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് VS അത് തിരികെ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും വലിയ രാഷ്ട്രീയ യുദ്ധങ്ങളൊക്കെ ഉണ്ടായെങ്കിലും വാക്ക് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കടൽത്തിര, ശംഖുമുഖത്തുള്ള ബക്കറ്റിലെ തിര തുടങ്ങിയ പരാമർശങ്ങളൊക്കെ. അതിനപ്പുറത്തേക്ക്
പിണറായി വിജയൻ എന്ന് പറയുന്നത് അനിഷേധ്യനായ നേതാവാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം അവിടെ നിൽക്കുന്നു, പാർട്ടിയെ നയിക്കാൻ നിൽക്കുന്നു എന്നത് വലിയ ആർജവം നൽകുന്ന ഒന്നാണ്. പുതുതലമുറ നേതാക്കൾ അനവധിയുണ്ട്. നേരത്തെ സ്മൃതി മാഡം ചൂണ്ടിക്കാണിച്ചതുപോലെ പി രാജീവിന്റെ പേര്, കെ എൻ ബാലഗോപാലിന്റെ പേര്, എം പി രാജേഷിന്റെ പേര്, ഇതൊക്കെയുണ്ട്. പക്ഷേ ആയിട്ടില്ല. പിണറായി വിജയൻ ഇനിയും ഉണ്ട് എന്ന് തന്നെയാണ് പാർട്ടി ഘടകം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് മറ്റൊരു പേരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പകരക്കാരനില്ലാത്ത പിണറായി ആണോ എന്നുള്ളതാണ് ചോദ്യം. ജീവിതത്തിൻ്റെ ഒരു തത്വശാസ്ത്രം അനുസരിച്ച് ആരും ആർക്കും പകരമാവില്ല എന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യേകിച്ചും പകരക്കാരനില്ലാത്ത ഒരാൾ വരുമ്പോൾ ആ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായിത്തീരും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം. അവരുടെ വ്യക്തി അപ്രധാനമാണ്, സംഘടനയും ആ സംഘടനയുടെ രാഷ്ട്രീയവുമാണ് പ്രധാനം. ഒരാൾ മുഖ്യമന്ത്രി ആവുന്നതോ പാർട്ടി സെക്രട്ടറി ആവുന്നതോ ഏതാണ് ഏറ്റവും മികച്ചതെന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനോട് ചോദിച്ചാൽ അയാൾ മറുപടി പറയുക പാർട്ടി സെക്രട്ടറി ആയതല്ലെങ്കിലും പാർട്ടിയുടെ അംഗമായി തുടരുന്നതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതാണ് CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള പരിണാമം യഥാർത്ഥത്തിൽ പിണറായി വിജയനെ ഏതെങ്കിലും തരത്തിൽ മഹത്വവൽക്കരിച്ചു എന്നുള്ളത് ഒരു വലതുപക്ഷാഖ്യാനമാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് സംഭവിച്ച രാഷ്ട്രീയ പരിണാമത്തെക്കുറിച്ച് പറയുക തന്നെ വേണം. എങ്ങനെ 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുകയും 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുകയും 2 വർഷത്തോളം വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിരിക്കുകയും ചെയ്തു എന്ന നിലയിലാണ് നമ്മൾക്ക് പിണറായി വിജയനെ അറിയാവുന്നത്. പക്ഷേ നമുക്കറിയാത്തൊരു പിണറായി വിജയനെ കണ്ണൂരുകാർക്കറിയാം, പിണറായിക്കാർക്കറിയാം, തലശ്ശേരിയിലെ പാറപ്പുറത്തെ പള്ളിക്കാർക്കറിയാം. അത് പിണറായി വിജയൻ്റെ കറകളഞ്ഞ മതസൗഹാർദ്ദത്തിൻ്റെയും മതമൈത്രിയുടെയും മതേതരത്വത്തിൻ്റെയും ഒക്കെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും ഇടപെടലിലാണ് പിണറായി വിജയനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആ പ്രതിച്ഛായക്കാണ് അടുത്ത ഇടയായി വലിയ മാറ്റം സംഭവിച്ചു എന്ന തരത്തിലുള്ള വലിയ പ്രചരണങ്ങൾ നടക്കുന്നത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പിണറായി വിജയനിൽ സംഭവിച്ച വലിയ രാഷ്ട്രീയ മാറ്റത്തെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്. 2, പിണറായി വിജയനെതിരെ നടക്കുന്ന ഏറ്റവും ഗുരുതരമായ പരാമർശം അതെങ്ങനെയാണ് അടിസ്ഥാന വിരുദ്ധമാവുന്നത് എന്നുള്ളതാണ്. അതായത് പിണറായി വിജയൻ ഒരു മൃദു ഹിന്ദുത്വ സമീപനം വെച്ചു പുലർത്തുന്ന ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വലതുപക്ഷ പ്രചരണം എത്രമാത്രം അവാസ്തവമാണ്. ഈ 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഭാഗത്തേക്ക് വന്നാൽ നോക്കൂ, പിണറായി വിജയൻ എന്ന സംഘടനാ മികവുള്ള ഒരു സെക്രട്ടറി, കർക്കശക്കാരനായ സംഘടനാ മികവുള്ള, അന്നും ഇന്നും ഞാൻ കോട്ട് ചെയ്യുന്നത് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന KS രാധാകൃഷ്ണൻ്റെ ഫേസ്ബുക്കിലെ വാക്കുകളാണ്. അന്നും ഇന്നും എന്നും പിണറായി വിജയൻ പാർട്ടിക്ക് കീഴെയാണ് ജീവിച്ചത്. പാർട്ടിക്ക് മുകളിൽ ഒരു നിമിഷം പോലും പിണറായി വിജയൻ ജീവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ശംഖുമുഖത്തെ ആ പരാമർശം ബക്കറ്റിലെ തിരക്ക് ശേഷിയില്ല എന്ന് തിരിച്ചറിയുന്നൊരു പാർട്ടി പ്രവർത്തകനാണ്. ഏറ്റവും ഒടുവിൽ വന്ന അഭിമുഖത്തിൽ മോഹൻലാലിനോട് പിണറായി വിജയൻ പറയുന്നൊരു വാചകമുണ്ട്. ആരെയാണ് താങ്കൾക്ക് ഭയം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ പാർട്ടിക്ക് കീഴടങ്ങി ജീവിക്കുന്ന ഒരു നേതാവാണ് എന്ന് പറയുന്നുണ്ട്. നോക്കൂ, അടിമുടി കേഡറാണ് പിണറായി വിജയൻ. നമ്മൾ സാധാരണ സഖാക്കളോട് സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, പിണറായി എന്നാൽ പാർട്ടിയാണ്, തിരിച്ചല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണ്? ഇന്ത്യ ഈസ് ഇന്ദിര എന്ന അർത്ഥത്തിലല്ല, ഇന്ദിര ഈസ് ഇന്ത്യ എന്ന അർത്ഥത്തിലല്ല. അടിമുടി പാർട്ടിയാണെന്ന് പറഞ്ഞാൽ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത നേതാവെന്നല്ല, പാർട്ടിയുടെ രാഷ്ട്രീയവും അതിൻ്റെ പ്രാക്സിസ് എന്താണ്, അതിൻ്റെ പ്രായോഗിക തലത്തിലൊരു പാർട്ടി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഉത്തമ രാഷ്ട്രീയ ബോധമുള്ള ഒരാളാണ്. എന്നാൽ അതേസമയം ആ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് ഭരണതലത്തിലേക്ക് വരുമ്പോഴോ അദ്ദേഹം കർക്കശക്കാരനായ ഒരു സംഘടനാ നേതാവ് എന്ന നിലയിൽ നിന്ന് ഒരു ബഹുജന നായകനായിട്ട് മാറുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. 2021 തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ. നോക്കൂ, ഭരണത്തുടർച്ച കേരളത്തിൽ സാധ്യമാകുന്ന ഒരു നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം ആ സമയത്ത് നേരിട്ട കൊടുങ്കാറ്റുകൾ ചെറുതാണോ? ഇത്രയധികം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോഴും മാധ്യമ വിചാരണ നേരിട്ടൊരു നേതാവുണ്ട്. നമ്മൾ പറയും ശരിയാണ്, കെ കരുണാകരൻ മാധ്യമ വിചാരണ നേരിട്ടിട്ടുണ്ട്. കെ കരുണാകരനെ മാധ്യമങ്ങളുടെ വിചാരണയിലൂടെ തന്നെയാണ് പുറത്താക്കിയതും. വലിയ രീതിയിലുള്ള പ്ലോട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ മാധ്യമങ്ങളിലൂടെ പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, ഈ ചാര കഥകളെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ പിണറായിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. പിണറായിയുടെ കാര്യത്തിൽ ഒരു മാധ്യമ പരിഗണനയും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മുതൽ അദ്ദേഹത്തിൻ്റെ മക്കളെ വെറുതെ വിട്ടോ, എപ്പോൾ മുഖ്യമന്ത്രിയാകുന്നതിനും മുൻപുള്ള കാലത്തെ കഥയാണ് ഞാൻ പറയുന്നത്, ഭാര്യയെ വെറുതെ വിട്ടോ, കമല ഇൻ്റർനാഷണലിനെ വെറുതെ വിട്ടോ, അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം സിംഗപ്പൂരിൽ തുടങ്ങാൻ പോകുന്ന ഫാക്ടറിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും മകളുടെയും പേരിലുള്ള സ്വത്തുക്കളെക്കുറിച്ചുമുള്ള എത്രയെത്ര കഥകളാണ് നമ്മൾ കേട്ടത്. പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന നിമിഷം മുതൽ മാധ്യമങ്ങൾ ലക്ഷ്യം വെച്ച ഒരു നേതാവാണ് യഥാർത്ഥത്തിൽ പിണറായി എന്നുള്ളത്. മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ പിണറായിയെ മാധ്യമങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും അറിയുന്ന കഥയാണ്. ലാവ്ലിൻ കേസ് വരുന്നത് എങ്ങനെയാണ്? 2 വർഷക്കാലം വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ കേരളം കണ്ട ഏറ്റവും മികച്ച വൈദ്യുതി വകുപ്പ് മന്ത്രിമാരിൽ പ്രധാനപ്പെട്ടയാളല്ലേ പിണറായി വിജയൻ? ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തില്ലേ? ഒടുവിൽ ഉമ്മൻചാണ്ടിക്ക് പോലും മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പറയേണ്ടി വന്നില്ലേ, ഞാൻ വിജിലൻസ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതാണ്, പക്ഷേ നിങ്ങൾ നിരന്തരമായി സംശയം ചോദിച്ചപ്പോൾ, നിങ്ങൾ നിരന്തരമായി ചോദ്യം ചോദിച്ചപ്പോൾ ആ സംശയം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കേസ് CBIക്ക് വിടാൻ തീരുമാനിച്ചത്.
പറയുന്നത് ആരാ? ഉമ്മൻചാണ്ടി പറയുകയാണ് ലാവ്ലിൻ കേസിൽ. ആ ലാവ്ലിൻ കേസ് CBI കോടതി എടുത്ത് തൊട്ടിക്കളഞ്ഞില്ലേ? വിജിലൻസ്, ഉമ്മൻചാണ്ടിയുടെ വിജിലൻസിൽ തന്നെ അന്വേഷണം നടത്തി ഒരു തെളിവും കണ്ടെത്താൻ കഴിയില്ലെന്നും അടിസ്ഥാനരഹിതമാണെന്നും കണ്ടെത്തിയില്ലേ? സുപ്രീം കോടതിയിൽ ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചില്ലേ? എന്നിട്ടും ആ കേസ് CBI കോടതി വെറുതെ വിട്ട കേസ്, കുറ്റപത്രം നിൽക്കില്ല എന്ന് പറഞ്ഞ കേസ് ഇപ്പോഴും വെച്ചിരിക്കുക CBI. രാഷ്ട്രീയമായ മനോരമ അന്ന് മുഖപത്രം നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാളിതുവരെ, അതായത് മനോരമയുടെ തന്നെ കോർട്ടിലൂടെ പറഞ്ഞാൽ സംഘടനാ നേതാവായി അദ്ദേഹം ഉയരുമ്പോൾ മനോരമ കൊടുത്ത ടൈറ്റിൽ ഇപ്പോഴും നമ്മുടെ മുന്നിലില്ലേ? മിന്നൽ പിണറായി എന്നാണ് ടൈറ്റിൽ കൊടുക്കുന്നത്. ആ പിണറായിയെക്കുറിച്ച് തുടർച്ചയായിട്ട് അവാസ്തവങ്ങൾ പലതും പ്രചരിപ്പിച്ചതും നിർഭാഗ്യവശാൽ അതേ പത്രമാണ് എന്നുള്ളതാണ് വളരെ കൗതുകകരമായ കാര്യം. എവിടെയാണ് കമല ഇന്റർനാഷണൽ നമ്മൾ കണ്ടത്? എവിടെയാണ് അദ്ദേഹത്തിന്റെ PAയുടെ കാറ്റാടിപ്പാടത്തെക്കുറിച്ചുള്ള വാർത്ത വന്നത്? ഇതെല്ലാം അവാസ്തവങ്ങളെ. ആഡംബര വീടിന്റെ ചിത്രം പോലും കൊടുത്തില്ലേ? കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറിയുടെ വീടിനെ കുറിച്ച് തെറ്റായൊരു നിലയിൽ പ്രചരണം നടന്നിട്ടുണ്ടോ പിണറായിയുടേതല്ലാതെ? അപ്പോൾ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഇത്രയധികം മാധ്യമ വിചാരണയ്ക്ക് വിധേയനായ ഒരു പാർട്ടി സെക്രട്ടറി ഇല്ല തന്നെ. രണ്ടാമത്, അദ്ദേഹം അതിനുശേഷം വരുന്ന അദ്ദേഹത്തിന്റെ ഗവേണൻസിനെ കുറിച്ച് കൂടി പറഞ്ഞു തന്നെ പോകണം. കൊടുങ്കാറ്റുകളുടെ നടുക്കാണ് അദ്ദേഹം പരീക്ഷണങ്ങളെ നേരിട്ടത്. രാഷ്ട്രീയ പരീക്ഷണമായിട്ടൊരു ഭാഗത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ. എന്തൊക്കെ ആരോപണങ്ങൾ? നയതന്ത്ര ബാഗിലെ സ്വർണ്ണക്കടത്ത്, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത്, ഈന്തപ്പഴത്തിലെ സ്വർണം, ബിരിയാണി ചെമ്പിലെ സ്വർണം, അങ്ങനെ തുടങ്ങി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട്, ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷമുയർത്തിയ ആരോപണ കൊടുങ്കാറ്റുകൾക്കിടയിലാണ് നിപ്പ വരുന്നത്, പ്രളയം വരുന്നത്, കോവിഡ് വരുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും അപ്പോൾ ഒരേ സമയം ഒരു ഭരണാധിപൻ എന്ന നിലയിൽ ഭരണപരമായ വെല്ലുവിളികൾ കൊടുങ്കാറ്റ് പോലെ വരുന്നു. അതിൽ കോവിഡ് പോലെ ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും അവിടെ ജനങ്ങളുടെ മുന്നിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ മെറ്റമോർഫോസിസ്, അദ്ദേഹത്തിൻ്റെ മാറ്റം എന്നുള്ളത് ഒരു കർക്കശക്കാരനായ ഒരു മികച്ച ഭരണാധികാരി എന്ന നിലയിൽ നിന്ന് മാറി ബഹുജന നായകനായി വരുന്നു. അദ്ദേഹത്തെ പാർട്ടിക്കും അപ്പുറമുള്ള മനുഷ്യർ ചേർത്ത് പിടിക്കുന്ന കാഴ്ച കണ്ടു. അദ്ദേഹത്തിൻ്റെ വൈകുന്നേരത്തെ കോവിഡ് കണക്കുകൾ അവതരിപ്പിക്കുന്നത് കേൾക്കാൻ വേണ്ടി പ്രേക്ഷകർ വരുന്ന കാഴ്ച കണ്ടു. പ്രേക്ഷകർക്കറിയാമോ, അന്ന് നമ്മൾ ടെലിവിഷൻ ചാനലിൻ്റെ റേറ്റിംഗ് ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ അന്ന് റേറ്റിംഗ് ചാർട്ട് ബാർക്ക് യഥാർത്ഥത്തിൽ രണ്ടാമത് പബ്ലിഷ് ചെയ്ത് തുടങ്ങുന്ന സമയമാണ്, ഹോൾഡ് ചെയ്തിരിക്കുന്ന സമയമാണ്. പക്ഷേ അന്നത്തെ യൂട്യൂബുകളിലടക്കം വലിയ തിരക്കിലുണ്ടായി. അന്നത്തെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിനേക്കാൾ കൂടുതൽ ആളുകൾ 6 മണിക്കുള്ള അഭിമുഖം കാണാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിക്കേഷനിലൂടെ വീട്ടിലെ കൊച്ചുകുട്ടി പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളെ അനുകരിച്ചു തുടങ്ങുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കണക്കുകൾ പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങി. അതൊരു ശൈലി പ്രയോഗമായിട്ട് മാറുന്നു. ഇവിടെ അദ്ദേഹം ഒരു മികച്ച ഭരണാധിപൻ, കർക്കശക്കാരനായ സെക്രട്ടറി എന്ന നിലയിൽ നിന്ന് ഒരു ബഹുജന നായകനായിട്ട് മാറുന്ന കാഴ്ച കണ്ടു. പക്ഷേ 2021 അതുകൊണ്ടാണ് ഭരണത്തുടർച്ച സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് വീണ്ടും അദ്ദേഹം മറ്റൊരു ഫേസിലേക്ക് കടക്കുകയാണ്. അവിടെ നിന്നും വലിയ വികസന പ്രോജക്റ്റുകളുടെ നായകൻ എന്ന പേരിലാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ മികച്ച ഭരണാധികാരി എന്നും ക്രൈസിസ് മാനേജർ എന്നുമാണ് അടയാളപ്പെടുത്തിയതെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിനെ ലീഡ് ചെയ്യുന്നത് ഒരു ഡെവലപ്മെൻറ്റ് സിമ്പലായിട്ടാണ്. അദ്ദേഹത്തെ തന്നെ അദ്ദേഹവും പാർട്ടിയും സർക്കാരും അടയാളപ്പെടുത്താൻ പോകുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പോകുന്നതും വികസന നായകൻ എന്ന അർത്ഥത്തിൽ കൂടിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ 1 ലക്ഷത്തിലധികം കോടിയിലധികം വരുന്ന കിഫ്ബി പദ്ധതികളുടെ വികസന പദ്ധതികൾ നമ്മുടെ നാട്ടിൽ അവിടെയും അങ്ങോളം ഇങ്ങോളമുണ്ട്. അത് നമുക്ക് നേരിട്ടറിയാവുന്നതുമാണ്. ഇതാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, രണ്ടാമത്തെ ഭാഗത്ത് പറയാനുള്ളത്, പക്ഷേ ഈ ഘട്ടത്തിലും പിണറായി വിജയൻ എങ്ങനെയാണ് ക്രൂശിക്കപ്പെടുന്നതെന്ന് നോക്കൂ. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെയാണോ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രചരണത്തിൽ വലിയ കൊടുങ്കാറ്റുയർത്തി പിണറായി വിജയനെ നേരിട്ടത്, അതേപോലെ ഇപ്പോൾ നടത്തുന്ന പ്രചരണം എന്ന് പറയുന്നത് മൃദു ഹിന്ദുത്വത്തോട് ചേർന്ന് നിൽക്കുന്ന പിണറായി വിജയനാണ്. നരേറ്റീവ് ഇങ്ങനെയാണ്. അന്ന് ന്യൂനപക്ഷ പ്രേമമായിരുന്നുവെങ്കിൽ ഇന്ന് ന്യൂനപക്ഷ പ്രേമം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടപ്പോൾ പകരം അത് ഭൂരിപക്ഷ പ്രേമമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വാസ്തവമാണോ എന്ന് മാത്രം ഞാൻ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. 3-4 എക്സാമ്പിൾസ് പറയാം. ഞാൻ 2021 നിന്ന് തുടങ്ങാം എന്ന് കരുതുന്നു. 2021 മാർച്ച് മാസം 7-ാം തീയതി BJPയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള യാത്രയ്ക്ക് ശംഖുമുഖത്ത് വെച്ച് അമിത്ഷാ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയോട്. ആ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് തൊട്ടടുത്ത ദിവസം ധർമ്മടത്ത് മുഖ്യമന്ത്രി നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറയുന്ന കാര്യം ഇതാണ്: ദേശീയ മാധ്യമങ്ങൾ അടക്കം അത് പ്രസിദ്ധീകരിക്കുമ്പോൾ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാനേതായാലും ഏതെങ്കിലും തട്ടിക്കൊണ്ടുപോകലിൻ്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടില്ല. കൊലപാതകം, അപഹരണം, നിയമവിരുദ്ധ പിന്തുടരൽ തുടങ്ങിയ ഗുരുതര കേസുകൾ നേരിട്ടത് നിങ്ങളാണ്. ആരോടാ പറയുന്നത്? അമിത്ഷായോട് നേരിട്ട്. എന്നിട്ട് പറയുന്നു, പിണറായി വിജയനെ ഈ നാട്ടുകാർക്കറിയാം. നിങ്ങളുടെ സംസ്കാരം വെച്ച് മറ്റുള്ളവരെ അളക്കരുത്. ഇത് നാട് വേറെയാണ്. നിങ്ങളുടെ രീതികൾ ഇവിടെ ചെലവാകുമെന്ന് കരുതരുത് എന്ന് പറയുന്നത്. നോക്കൂ, ആ സർക്കാർ
NIA കീഴിൽ പോലും CBIയുടെ കീഴിൽ EDയുടെ കീഴിൽ വരാവുന്ന എല്ലാ നാഷണൽ ഏജൻസിയും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വട്ടമിട്ട് പറക്കുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഈ സ്വന്തം മണ്ഡലത്തിൽ വെച്ച് വെല്ലുവിളിക്കുന്ന പിണറായി വിജയനെ കാണാം 2021. ആ പിണറായി വിജയന് മൃദുഹിന്ദുത്വ സമീപനമുണ്ട് എന്നുള്ളത് വിശ്വസിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, ഏറ്റവും ഒടുവിൽ 2025 ഡിസംബർ മാസം 28 ഏറ്റവും ഒടുവിലത്തെ കഥയാണ് ഞാൻ പറയുന്നത്. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 8 അംഗങ്ങളും BJPയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. വാചകം ഇങ്ങനെയാണ്: ടു കോട്ട് പിണറായി വിജയൻ, ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ ചാട്ടമാണ് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ കണ്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് പഞ്ചായത്ത് അംഗങ്ങളായ മുഴുവൻ പേരും കൂറുമാറി. കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയല്ല ഇത് എന്നാണ്. തുടർന്ന് അദ്ദേഹം ദീർഘമായിട്ട് അരുണാചൽ പ്രദേശിൽ സംഭവിച്ചത് എന്താണ്, ഗോവയിൽ സംഭവിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഇൻസിഡൻസ് പറയാം. അദ്ദേഹം ഈ മഹാരാഷ്ട്രയിലെ മന്ത്രി, BJP മന്ത്രി നിതേഷ് റാണ കേരളം മിനി പാകിസ്ഥാനാണ് എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതിന് 2024 ഡിസംബർ 31 മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നൊരു മറുപടിയുണ്ട്. സംഘപരിവാറിന് കേരളത്തോടുള്ള അടിസ്ഥാന സമീപനമാണ് മഹാരാഷ്ട്ര മന്ത്രിയുടെ വാക്കുകളിൽ വെളിവാക്കപ്പെടുന്നത്. തങ്ങൾക്ക് സ്വാധീനമുറപ്പിക്കാൻ പ്രയാസമുള്ള ഭൂപ്രദേശത്തെ അപരവൽക്കരിച്ചും വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയും ഒറ്റപ്പെടുത്തി കളയാമെന്നാണ് സംഘപരിവാർ കരുതുന്നത്. പറയുന്നത് പിണറായി വിജയൻ. ആ പിണറായി വിജയനാണോ മൃദുഹിന്ദുത്വ സമീപനമുണ്ട് എന്ന് പറയുന്നത്? ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിയുടെ നടപടിയോട് രാജ്യം ഭരിക്കുന്ന പാർട്ടി പ്രതികരിക്കാത്തത് ആശ്ചര്യജനകമാണ് എന്ന് പറയുന്നു. ഇനി 2025 ഡിസംബർ മാസം 19 കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ചില സിനിമകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ച സംഭവം വലിയ വാർത്തയായ സാഹചര്യത്തിൽ, ബീഫ് എന്ന സിനിമയ്ക്ക് പോലും അന്ന് നിഷേധമുണ്ടാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ 2025 ഡിസംബർ 19 ജനാധിപത്യ വിരുദ്ധമായ ഏത് ഫാസിസ്റ്റ് നടപടിയെയും ചെറുത്തുകൊണ്ട് IFFK ഇവിടെ തന്നെ ഉണ്ടാവും. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കേണ്ടിയിരുന്ന സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച യൂണിയൻ സർക്കാർ നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള കത്രിക വെക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ല എന്നാണ്. എന്നിട്ട് പറയുന്നു, പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കും. കേന്ദ്ര സർക്കാരിനോട് വഴങ്ങിയ പിണറായിയുടെ ശബ്ദമാണോ നമ്മൾ കേൾക്കുന്നത്? 2025 ഡിസംബർ 18 മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റാനുള്ള തീരുമാനത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. സംഘപരിവാറിന് ഗാന്ധി എന്ന പേരിനോടും ആശയത്തോടും എത്രത്തോളം വിദ്വേഷമുണ്ടെന്ന് ഈ പേരുമാറ്റത്തിലൂടെ വ്യക്തമാണ് എന്നുള്ളതാണ്. സംഘപരിവാറിനെതിരെ തീർന്നില്ല. ഇനി ഗണഗീതം ആലപിച്ചല്ലോ നമ്മുടെ വന്ദേ ഭാരതിൽ 2025 നവംബർ മാസം 8 അന്ന് മുഖ്യമന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന RSSന്റെ ഗാനം വന്ദേ ഭാരതിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് എന്നുള്ളതാണ്. ഇത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തലാണ് വന്ദേ ഭാരതത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത് എന്നാണ്. ഇതാണോ തീവ്ര ഹിന്ദുത്വ ആശയത്തിലേക്ക് പിണറായി വിജയൻ പോയി എന്ന് പറയുന്നവർക്ക് പറയാനുള്ളത്? ഷുവേറിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു. 2025 ഒക്ടോബർ 6 സംഘപരിവാർ നട്ടുവളർത്തിയ വിദ്വേഷത്തിന്റെ വിഷമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ചീറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ കോടതി മുറിയിൽ നടന്ന ആക്രമണശ്രമത്തെ ശക്തമായി അപലപിക്കുന്നു. സനാതനധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഒരു അഭിഭാഷക വേഷധാരി ഷൂ എറിയാനാഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപരവിദ്വേഷവും ജനിപ്പിക്കുന്ന വെറുപ്പും അപരവിദ്വേഷവും ജനിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് പരമോന്നത കോടതിക്കകത്ത് പോലും ഉണ്ടാകുന്നത്. പറഞ്ഞു തുടങ്ങിയാൽ തീരുമോ? ഈ സംഘപരിവാറിനോട് സന്ധിയില്ലാത്ത വിധം പോരാട്ടം നടത്തുമ്പോൾ ആ പിണറായി വിജയനെ ലേബലൊട്ടിക്കുകയാണ്. ഹിന്ദു മത മൃദു ഹിന്ദുത്വ സമീപനം നടത്തുന്നു. എന്താ എക്സാമ്പിൾ? അവിടെ പമ്പയിൽ വെച്ച് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയതാണ് വലിയ കുറ്റം. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? മറ്റൊരു വാഹനത്തിനും ആ വേദിയുടെ മുന്നിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പ്രേക്ഷകർ പമ്പയിൽ ഗസ്റ്റ് ഹൗസിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ആ ഗസ്റ്റ് ഹൗസ് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്ന് ഈ സ്ഥലം വരെയുണ്ട്. ഏകദേശം ഒരു 300-400 മീറ്റർ ഉണ്ട്. ആ സമയത്താണ് ഏകദേശം 90 വയസ്സുള്ള വെള്ളാപ്പള്ളി നടേശൻ നടന്നു പോകുന്നത് കണ്ടപ്പോൾ മുഖ്യമന്ത്രി കാറിൽ കയറാനായിട്ട് പറയുന്നു. അവിടെ ഒരുമിച്ചിറങ്ങുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ എല്ലാ വാഹനങ്ങളും പോകുന്നൊരു നിരത്തിലല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കൂട്ടിക്കൊണ്ടു പോയത് എന്നതുകൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം. അപ്പോൾ ഇത് രണ്ടും ചേർക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങളെ എക്കാലത്തും നേരിട്ട ഒരു നേതാവെന്ന നിലയിലാണ് പിണറായി വിജയനെ ഞാൻ കാണുന്നത്. ഞാൻ പിണറായി ഭക്തനൊന്നുമല്ല. അദ്ദേഹം ചെയ്ത ഒരുപാട് ഭരണപരമായിട്ടുള്ള
പ്രശ്നങ്ങളെ ഞാൻ ഇതേ വേദിയിലിരുന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കസ്റ്റഡി മർദ്ദനത്തിൻ്റെ വാർത്തയാണ്. ഫോർട്ട് പോലീസിൽ നിന്ന് വരുന്നത്. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആ വീഴ്ചകളൊക്കെ വിമർശനത്തിന് അദ്ദേഹത്തെ വിധേയനാക്കാം. പക്ഷേ അവാസ്തവമായ പ്രചരണങ്ങൾ കൊണ്ട് പിണറായിയെ നേരിട്ടിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. സെക്രട്ടറി ആയിരിക്കുമ്പോൾ, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, ഇപ്പോഴും ഒറ്റ കാര്യം കൂടി പറയാം. പാറപ്പുറത്ത് പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഏറ്റവും വലിയ ആരോപണം ചില ലീഗ് നേതാക്കന്മാർ ഉന്നയിച്ചെന്താണെന്നറിയാമോ? തലശ്ശേരി പള്ളി പൊളിച്ചതിൽ അദ്ദേഹത്തിൻ്റെ സഹോദരന് പങ്കുണ്ട് എന്നുള്ളതാണ്. പച്ച കള്ളമാണ്. അതന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. മാത്രമല്ല, വളരെ കൃത്യമായി ഏറ്റവും ഒടുവിൽ നടന്നൊരു ചടങ്ങിൽ പോലും ഈ തലശ്ശേരിയിലെ പാറപ്പുറത്ത് ജുമാ മസ്ജിദിലെ ഭാരവാഹികൾ പാറപ്പുറത്ത് പള്ളിയിൽ തലശ്ശേരി കലാപത്തിന് ഈ പാറപ്പുറത്ത് പള്ളിക്ക് കാവൽ നിന്ന അന്നത്തെ പാർട്ടി നേതാവായ പിണറായി വിജയനെ ആദരിച്ചുകൊണ്ട് സമ്മാനം കൊടുക്കുന്നുണ്ട് ഈ പാറപ്പുറത്തെ ജുമാ മസ്ജിദിലെ ഭാരവാഹികൾ. ഇപ്പോ സംഭാവനകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കലാപം തീയായി അഗ്നിയായി ആളിപ്പടരുന്നതിന് മുൻപിൽ നെഞ്ചുവിരിച്ചുന്ന നേതാക്കളുടെ മുൻപിൽ പിണറായി വിജയൻ ഉണ്ടെന്നേ. ഒരു പള്ളിക്ക് കാവൽ നിന്ന മനുഷ്യനാണ് എന്നതുപോലും മറന്നുകൊണ്ടാണ് അത് ആ പള്ളിയിലെ മനുഷ്യൻ ഇപ്പോൾ ആദരവോടുകൂടി അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അത് ചരിത്രത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പിണറായി വിജയനെതിരെ കള്ളത്തരം പറയുമ്പോൾ ഇത്തരം വസ്തുതകൾ കൂടി ചരിത്രത്തിലുണ്ട് എന്നത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പിണറായി ഇക്കുറി നയിക്കുന്നു എന്നാണ് പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം. അദ്ദേഹം ധർമ്മടത്ത് നിന്ന് മത്സരിക്കും. ഇക്കുറിയും ക്യാപ്റ്റൻ ആയി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാനുണ്ടാവും എന്ന് തന്നെയാണ്. പകരക്കാരനില്ലേ എന്ന ചോദ്യത്തിന് ഫിലോസഫിക്കലായി പറഞ്ഞാൽ എല്ലാവർക്കും പകരക്കാരുണ്ടാവും. പക്ഷേ നിലവിൽ പിണറായി ആർജിച്ചെടുത്ത 16 വർഷത്തെ പാർട്ടി സെക്രട്ടറി, 10 വർഷത്തെ മുഖ്യമന്ത്രി പദവി, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തോളം പോന്ന പാർട്ടി പരിചയം, ഇതെല്ലാം അതുല്യമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. പകരക്കാരനില്ലാത്ത പിണറായി ആണോ എന്നാണ് ചോദ്യം. ആന്റോ ഗാസ്റ്റൺ. ഈ മടിയിൽ കനമില്ലാത്ത ആൾക്ക് വഴിയിൽ പേടിക്കേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു നേതാവിനെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് CPM പോലെ ഒരു സംഘടനാശേഷിയുള്ള ഒരു പാർട്ടിയെ കാർക്കശ്യത്തോടുകൂടി നയിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും അച്ചടക്കം നിലനിന്ന് പോവുക എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു പാർട്ടി സെക്രട്ടറിയെയും ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയെയും അദ്ദേഹം ഏതൊക്കെ പോസ്റ്റുകളിലാണോ ഇരുന്നത് ആ പോസ്റ്റുകളെല്ലാം നീറ്റായി വൃത്തിയായി കാർക്കശ്യത്തോടുകൂടി ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു നോക്കിക്കോളൂ, പാർട്ടി സെക്രട്ടറി ആയിരുന്നു നോക്കിക്കോളൂ, മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നോക്കിക്കോളൂ, അതുപോലെ തന്നെ ഈ പറഞ്ഞ വൈദ്യുതി മന്ത്രി ആയിരുന്ന സമയത്ത് നോക്കിക്കോളൂ. 2 വർഷമേ കേരളത്തിലെ ഒരു മന്ത്രി വൈദ്യുതി മന്ത്രി ആയിരുന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ 2 വർഷം കൊണ്ട് പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയിരുന്ന സ്ഥലത്ത് ഇന്നേ വരെ ഒരു വൈദ്യുതി മന്ത്രി പോലും പറയിക്കാത്ത അത്രയും വികസനം കൊണ്ടുവരാൻ കാഴ്ചയുള്ള ദീർഘവീക്ഷണം ഉണ്ടല്ലോ. ആ ദീർഘവീക്ഷണമാണ് സത്യം പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളും പിണറായി വിജയനെ മുന്നോട്ട് നയിച്ചെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതുപോലത്തെ 2 വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ച നേതാവിനെയാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി VS അച്യുതാനന്ദൻ മാറ്റുന്നതെന്നുള്ളതാണ്. അപ്പം അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള ഒരു കാലം നിങ്ങൾ അന്വേഷിച്ചു. ഏത് സ്ഥലത്താണ് അദ്ദേഹത്തിന് ലാളനയേറ്റത്, ഏത് സ്ഥലത്താണ് അദ്ദേഹത്തെ തലോടലേറ്റത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. പാർട്ടി സെക്രട്ടറി അല്ല, 1900 എനിക്ക് തോന്നുന്നു 64 അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പിൽ എടുക്കുന്നത്. 1964 തുടങ്ങി ഇന്ന് വരുന്ന 2026 വരെയുള്ള വർഷങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന 60-65 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു മാധ്യമം അദ്ദേഹത്തെ തലോടിയതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ വീട് കുന്നംകുളത്തെ കൊട്ടാരമാണ് എന്ന് പറയുന്ന ലെവലിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീടിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നു, അദ്ദേഹത്തെ മക്കളെക്കുറിച്ച് പറയുന്നു, അദ്ദേഹത്തെയാണ് ഈ പറയുന്ന സംവിധാനത്തിൽ നിന്നെല്ലാം മാറ്റി നിർത്തേണ്ടതെന്ന് പറയുന്നു. അപ്പം ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീണുപോയതായി നമ്മൾ കണ്ടോ? ഒരു സ്ഥലത്ത് ഇത്രയധികം മാധ്യമ അറ്റാക്ക് നേരിട്ട മാധ്യമ വേട്ട നടന്ന ഒരു നേതാവ് കേരളത്തിലുണ്ടോ? കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് വേണം പറയും. കാരണം പുറകെ നടന്ന് വേട്ടയാടുകയായിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ ഒരു എതിർപക്ഷത്തെ ഉണ്ടാക്കുകയും ആ എതിർപക്ഷത്തെ വെച്ചിട്ട് ഒരു നേതാവിനെ വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് ഇന്നേ വരെ അത് വിജയിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ആ വേട്ടയ്ക്കനുസരിച്ച് കുതിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വേട്ടയാടൽ നടന്നു കഴിഞ്ഞ് അടുത്ത ഇലക്ഷനിലേക്കോ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കോ അല്ലെങ്കിൽ പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പ് വരുന്ന സ്ഥലത്തേക്കോ കുതിച്ച് കയറുന്ന ഒരു നേതാവിനെ കണ്ടിട്ടുണ്ട് നമ്മൾ. പാർട്ടി സെക്രട്ടറിയിൽ നോക്കി അറിയാം. എല്ലാ വർഷവും സെക്രട്ടറിയേറ്റ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പിണറായി വിജയനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം എന്താ, അതുപോലെ നേതൃപാഠമുള്ള ഒരു നേതാവിനെ ആ സമയങ്ങളിൽ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇതുപോലെ ഈ സമയത്ത് ഇത്രയും പെർഫോം ചെയ്യുന്ന പിണറായി വിജയനെ പോലെയുള്ള നേതാവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവിടെയുള്ള സ്ഥലയ്ക്ക് വേറൊരു നേതാവിനെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തേടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ സത്യം പറയാം, നമുക്ക് പറയാമല്ലോ, കേരളത്തിൽ CPM ഇടതുപക്ഷത്തിന് കുറേ നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ നിങ്ങൾ 2ാം നിരയിലേക്ക് ആനയിച്ചു കൊണ്ടൊന്നുകൂടെ, ഇവരെയൊക്കെ വളർത്തി തൊട്ടടുത്ത് കൊണ്ട് നിർത്തിക്കൂടെ? അങ്ങനെ ആവശ്യമില്ല ഈ പറയുന്ന ഇടതുപക്ഷ സംവിധാനങ്ങൾക്ക് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആരാണോ ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്, ആ പെർഫോം ചെയ്യുന്ന നേതാക്കന്മാർ
മന്ത്രിമാരുടെ പെർഫോമൻസ് കുറച്ചാൽ മാത്രമേ കുറയുന്നുണ്ടെങ്കിൽ മാത്രമേ ആലോചിക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ PB ഇന്നെടുത്ത തീരുമാനം കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ ഭരിച്ച കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും ഈ പറഞ്ഞ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം പാർട്ടി നയിച്ച പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും കേരളത്തിൽ ഈ പറഞ്ഞ പാർട്ടിയെ ഈ ഇലക്ഷനിൽ നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ള കാര്യം ആർക്കും, ഞാൻ പറയുന്നത് PBക്ക് എന്നുള്ളതല്ല, കേരളത്തിലെ ഏറ്റവും താഴെ കിടക്കുന്ന ലോക്കൽ മെമ്പർക്ക് തുടങ്ങിയിട്ട് ഈ സാധാരണ പാർട്ടി മെമ്പർ തുടങ്ങിയിട്ട് മുഖ്യമന്ത്രിയുടെ തൊട്ട് താഴെയുള്ള ആൾക്കാർ വേണ്ടി ചോദിച്ചാൽ വേറൊരു അഭിപ്രായം ഉണ്ടാവില്ല. പിണറായി വിജയൻ മതി എന്നുള്ളതായിരിക്കും. അദ്ദേഹം ഇല്ലെങ്കിൽ മാത്രം വേറെ ആളെ, അദ്ദേഹം മാറി നിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ മാത്രം വേറെ ഒരാളെ ആലോചിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ആ സംവിധാനം ഇല്ലാതെ നമ്മൾ ഈ പറയുന്ന 2026 ഇലക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കാതെ ആര് നയിക്കണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പ്രതിപക്ഷത്തിന് പറയാൻ പറ്റുമോ? ആര് നയിക്കണമെന്നുള്ളത് പാർട്ടിക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ ഒറ്റ പേരേ ഉള്ളത് പിണറായി വിജയൻ്റെയാണ്. അപ്പോൾ ഞാൻ പല കാലങ്ങളിൽ പറയാറുണ്ട്, ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒരു കൈകാര്യം ചെയ്ത ഇടതുപക്ഷത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്, ഇടതുപക്ഷത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയ, ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ശൈലി എടുത്ത് നോക്കുമ്പോൾ ഒരാൾക്ക് വ്യത്യാസമില്ലാതെ മുഴുവൻ ആൾക്കാരും പിണറായി വിജയൻ്റെ കീഴിൽ അണിനിരക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന ഒരു പ്രവർത്തന ശൈലി ഉണ്ടല്ലോ, ആ പ്രവർത്തന ശൈലി കിട്ടുന്നത് ഈ ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രമാണ്. വേറെ ഒരാൾക്ക് അങ്ങനെ, ഞാൻ പറയുന്നത് കോൺഗ്രസ്സിൽ നമുക്ക് ഒരു സംവിധാനത്തെ കാണിക്കാൻ കഴിയത്തില്ല. ഞാൻ പറയുന്നത് നാഷണൽ നേതാവ് തുടങ്ങി താഴെയുള്ള ഏത് നേതാവിനും നോക്കിക്കോളൂ, BJPയിൽ കാണിക്കാൻ കഴിയത്തില്ല. കേരളം പോലൊരു സ്റ്റേറ്റിൽ, ഇത്രയും സെക്യുലറായ സ്റ്റേറ്റിൽ ഇങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാമുദായിക നേതാവിൻ്റെ അതിപ്രസരം കണ്ടില്ല എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യൻ മത നേതാവിൻ്റെ അതിപ്രസരം കണ്ടിട്ടില്ല, ഒരു മുസ്ലിം മത നേതാവിൻ്റെ അതിപ്രസരം കണ്ടിട്ടില്ല, ഒരു ഹിന്ദു മത നേതാവിൻ്റെ സാമുദായിക നേതാക്കന്മാരുടെ ആരുടെയും അതിപ്രസരം കണ്ടിട്ടില്ല. എല്ലാം ഒരു സമവാക്യത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരാൾക്ക് വേണ്ടിയിട്ട്, ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് അത് ഇന്ന് ചെയ്തു കൊടുത്തു, ഇത് ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറയാൻ നമ്മുടെ അടുത്ത് മുന്നിൽ ഒരു തെളിവില്ല ഈ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സെക്കുലറായ സ്റ്റേറ്റിനെ ഇങ്ങനെ ഒരു സാമുദായിക അടിസ്ഥാനത്തിൽ സാമുദായിക തുലനത്തിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രി മാറി നിന്ന് വേറെ ഒരാൾ വന്ന ഇലക്ഷനെ നേരിടണം എന്ന് പറയുന്നത് ഔചിത്യമില്ല എന്നുള്ളതാണ്. ഇതുപോലെയുള്ള നേതാക്കന്മാർ ഇനിയും ഉയർന്നു വരേണ്ടത് ആവശ്യമാണ് എല്ലാ പാർട്ടിയിലും എന്നുള്ളത് നമുക്ക് വേറെ ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറയാൻ കഴിയത്തില്ല. ഇദ്ദേഹമാണ് അങ്ങനെ ഒരു ചൂണ്ടിക്കാണുക. പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തും മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും അദ്ദേഹം അലങ്കരിച്ച എല്ലാ കാര്യങ്ങളും എന്താണ് വെടിപ്പായി തീർത്തിട്ട് അടുത്ത ഇലക്ഷനിലേക്ക് പോകുന്നതാണ് ഞാൻ കാണുന്നത്. കാരണം 2021 ഇലക്ഷന് അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ കുറേ ആരോപണങ്ങളുണ്ടായിരുന്നു. ആർക്കെതിരെയായിരുന്നു ആരോപണങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു. സ്വർണ്ണക്കടത്ത്, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മകൾ, ഇതെന്ന് പറഞ്ഞിട്ട് 2026 ഇലക്ഷൻ ഉണ്ടല്ലോ, മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഇല്ല കേട്ടോ. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം വളരെ കുറവാണ്. 2021 അപേക്ഷിച്ചിട്ട് അതൊരു 10% പോലും ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന ആരോപണങ്ങളില്ലാതെ ഈ ഇലക്ഷനെ നേരിടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോഴാണ് അരുൺ സാർ പറഞ്ഞ പോലെ തന്നെ ഹിന്ദുത്വ നിലപാട്, ഇടതുപക്ഷ ഹിന്ദുത്വ നിലപാട് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടിരുന്നത്. കാരണം എല്ലാം ആ ലെവലിലേക്ക് മാറി. വികസന രാഷ്ട്രീയവും ഈ പറയുന്ന മതരാഷ്ട്രീയവും തമ്മിൽ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. രണ്ട് കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസനത്തിന് ഇത്രയധികം പിന്നോക്കം നിന്നത് നാഷണൽ ഹൈവേയുടെ വികസനമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ ഇത്രയധികം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് പറയുന്നത് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ വരുന്ന നാഷണൽ ഹൈവേയുടെ വികസനമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു സംശയം വേണ്ട. അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഇനി അതായത് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള ചർച്ചകളിൽ മുഴുവൻ വരാൻ പോകുന്നത്. ഞാൻ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേയുടെ വർക്ക് തീർന്നു കഴിഞ്ഞാൽ ഒരു കാസർഗോഡ് നിന്ന് ഒരാൾ 5.5 മണിക്കൂർ കൊണ്ടോ 6 മണിക്കൂർ കൊണ്ടോ തിരുവനന്തപുരത്ത് എത്തുമ്പോഴാണ് ആ പറയുന്ന വികസനം മനസ്സിലാകുക. നമ്മളിപ്പോൾ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ നമുക്കത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് എത്തുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം. കാരണം 3 മണിക്കൂറുണ്ടോ 2.25 മണിക്കൂറുണ്ടോ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് എത്തുന്ന അവസ്ഥയുണ്ട്. 6.5 മണിക്കൂറാണ്. രാവിലെ ഒരു സമയത്ത് ഇറങ്ങിയാൽ 6-7 മണിക്കൂർ എത്തും. ഇനി കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തണമെങ്കിലോ പകലൊരു യാത്ര വന്നിട്ടുണ്ടെങ്കിൽ 7.5 മണിക്കൂർ 6 മണിക്കൂറാണ്. 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു പകൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ നാഷണൽ ഹൈവേ വരുന്നതോടുകൂടി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? ഒരു 2.5 മണിക്കൂറുണ്ടോ 3 മണിക്കൂറുണ്ടോ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു നേതാവിന് ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര വീടുകളാണുള്ളത് നമുക്കറിയാലോ. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ലാൻഡ് വാല്യൂ എത്രയാണെന്നുള്ളത്. അപ്പം കേന്ദ്രം അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്നറിയോ? ഈ പറയുന്ന വികസനമൊക്കെ കേരളത്തിൽ നടക്കും. ലാൻഡിന് എന്തൊരു വിലയാണ്.
ഈ കേരളത്തിലെ ലാൻഡ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരു അക്വിസിഷൻ നടത്താൻ പറ്റുന്നതിനേക്കാളും അപ്പുറമുള്ള വിലയാണ് എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിന് വികസനം തരാത്തത്. കാരണം നിങ്ങൾ ലാൻഡ് എടുത്തു വരും, എന്ത് പറഞ്ഞാലും അവസാനം എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് വരൂ, സ്ഥലം ഏറ്റെടുത്താൽ ഞങ്ങൾ തരാം. എയിംസ് വേണോ, നിങ്ങൾ സ്ഥലം എടുത്തു വരൂ. നിങ്ങൾ റോഡ് വേണോ, നിങ്ങൾ സ്ഥലം എടുത്തു വരൂ. റെയിൽവേ വേണോ, നിങ്ങൾ സ്ഥലം എടുത്തു വരൂ എന്ന് പറയും. അപ്പം ഈ സ്ഥലം എടുത്തു തരൂ എന്ന് പറയുന്നതിന് കാരണം തന്നെ പറയുന്നത് എന്താ? കേരളത്തിൽ ഈ വിലയ്ക്ക് കേന്ദ്രം മുടക്കി സ്ഥലം എടുത്തു തരാൻ കേന്ദ്രം വില്ലിങ് അല്ല എന്നുള്ളതുകൊണ്ടാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ ദീർഘവീക്ഷണത്തിൻ്റെ കാര്യം പറയുന്നത്. കിഫ്ബി പോലെ ഒരു പദ്ധതി കൊണ്ടിരുന്നു, കിഫ്ബിയിൽ പണം കണ്ടെത്തുന്നു. ഈ പറയുന്ന സ്ഥലം ഏറ്റെടുത്ത് കേന്ദ്രത്തിന് മുന്നിൽ കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ 45 മീറ്റർ ഹൈവേക്ക് സ്ഥലം എടുത്തിരിക്കുന്നു, നിങ്ങൾ ഇനി ഹൈവേ പണിയൂ എന്ന് പറയുന്ന ഒരു ദീർഘവീക്ഷണം ഉണ്ടല്ലോ. ആ ദീർഘവീക്ഷണം കാണിക്കാൻ പറ്റിയ നേതാക്കന്മാരില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വികസനം ഒരടിച്ച് തന്നെ കിടക്കും. ഈ വികസനമായിരിക്കും ഇനി കണ്ടിന്യൂഷൻ നടത്തണമെന്ന് കേരളം വിചാരിക്കുകയാണെങ്കിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് പകരക്കാരനില്ലാത്ത പിണറായി ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായിക്ക് പകരക്കാരനില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. ചോദ്യം ഇതായിരുന്നു, പകരക്കാരനില്ലാത്ത പിണറായിയോ? 5 പേരുടെയും ഉത്തരം യെസ് എന്നാണ്. Meet the editors.